രാവിലെ തന്നെ മോന്റെ സ്കൂൾ ബസ് മിസ്സായിട്ട് ഞാൻ സ്കൂളിലോട്ട് കൊണ്ടുവിടാൻ പോവാണ്. ലേറ്റായി പോയി കഴിഞ്ഞാല് ടീച്ചർ വഴക്ക് പറയുന്നുള്ള ടെൻഷനിലാണ് ആളിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആളെ ഞാനൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് സ്കൂളിന്റെ ഉള്ളിലോട്ട് കൊണ്ടാക്കി കൊടുത്തു. മോന്റെ സ്കൂളിൽ വരുമ്പോഴൊക്കെ ഞാൻ നോട്ടം ഇടുന്ന ഒരു സംഭവമാണ് ഈ താമരപ്പൂ. നമ്മളുടെ വീട്ടിൽ ഇതൊന്ന് സെറ്റാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ നിന്ന് നേരെ ഞാൻ പോയത് എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഈ ഓവർനൈറ്റ് ഓട്സും സ്മൂത്തീസും ഒന്നും ഫുഡല്ലെന്നാണ് എൻ്റെ ഉമ്മ പറയുന്നത്. അതുകൊണ്ട് രാവിലെ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് തരാനാണ് ആൾ എന്നെ വിളിച്ചത്. അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇതിനുള്ളിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ പൊട്ടിയ ഓയിൽ ബോട്ടിലിന് പകരം വാങ്ങിയതാണ്. ഫസ്റ്റ് ഓയിൽ കണ്ടെയ്നർ ഇല്ലേ, അത് 1 ലിറ്റർ ആയിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയപ്പോൾ 2 കണ്ടെയ്നർ ½ ലിറ്ററിൻ്റെതാണ് വാങ്ങിയത്. നമ്മളുടെ ഫസ്റ്റ് ബോട്ടിൽ തന്നെയായിരുന്നു നല്ലത്. പക്ഷെ ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. എനിക്കിതും ഇഷ്ടമായി. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ 4 ദിവസം മുന്നേ വെച്ച പൂക്കളില്ലേ, അതൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെയൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി വേസ്റ്റ് ഒക്കെ നല്ല ക്ലീൻ ആക്കി കീപ്പ് ചെയ്യും. അങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ബിസിനസ് നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ രാവിലെ ദേശത്തിൽ പോയ ഒരാളില്ലേ, ആള് തിരിച്ചു വരാൻ ടൈമാണ്. എൻ്റെ മോനും എൻ്റെ ബ്രദറിന്റെ മോളും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ആള് തിരിച്ചിറങ്ങുന്നത് എൻ്റെ വീട്ടിലാണ്. ഡെയിലി സ്കൂൾ വിട്ട് 2 ആളും പോകുന്നത് ഈ ഒരു ചെടീന്റെ അടുത്താണ്. ഇതിന്നൊരു ചെറിയ കായ പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ വലിയ പൊട്ടിത്തെറിയല്ല, ചെറുതായിട്ടൊന്ന് പൊട്ടും. അത് കാണുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷം. സ്കൂളിൽ നിന്ന് തിരികെ വന്ന് ഇതുപോലുള്ള പല പൊട്ടിത്തെറികളും വീട്ടിൽ കാണാറുണ്ട്. ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് 2 ആൾക്കും ഫുഡ് കൊടുത്തിട്ട് സൈഡാക്കി. അവർക്ക് സിമ്പിൾ ലഞ്ചാണ് ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് അങ്ങനെ കൊടുത്തിട്ട് ഞാൻ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങില് മോന് മദ്രസ ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈവനിങ് ആകുമ്പോൾ അതിന് കൊണ്ടാക്കി കൊടുക്കും. ഇതെന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ ബ്രൗണീസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ ശല്യപ്പെടുത്തി ഇതുപോലെ ബ്രൗണീസ് ഉണ്ടാക്കി വാങ്ങാറുണ്ട്. പകലൊക്കെ ഹെവി ഫുഡായിരിക്കുന്ന ദിവസം രാത്രി ഞാൻ ഡിന്നർ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങാനും പറ്റും.